വേൾഡ് കപ്പിലെ സന്നാഹ മത്സരത്തിൽ സഞ്ജുവിന് ഫോമാകാൻ സാധിച്ചില്ല. ഇതിനുശേഷം ഒരുപാട് ആരാധകർ സഞ്ജു അടുത്ത മാച്ച് കളിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഞ്ജുവിനെ ഈ പിച്ചിൽ കളിക്കാൻ സാധിക്കുന്നില്ല. രോഹിത് ശർമ്മയ്ക്കും അടിച്ചു തകർക്കാൻ സാധിച്ചില്ല. അത് പിച്ചിൻ്റെ കുഴപ്പമായിരുന്നു. സഞ്ജു അടുത്ത മാച്ച് കളിക്കുമോ? സഞ്ജു ഏത് സ്ഥാനത്ത് കളിക്കും? ഇപ്പോഴത്തെ കോച്ച് ദ്രാവിഡ് വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അയർലൻഡ് മാച്ചിന് മുന്നേ ദ്രാവിഡ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദ്രാവിഡ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: വേൾഡ് കപ്പിന്റെ പ്ലേയിങ് 11 ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. സന്നാഹ മത്സരം വെറും ഒരു പ്രാക്ടീസ് ആയിരുന്നു. അതിലെ പ്രകടനങ്ങൾ ഞങ്ങൾ നോക്കുന്നില്ല. പുതിയൊരു ഓപ്പണിംഗ് ജോഡിയാണ് ഞങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ ഇറക്കിയത്. സഞ്ജുവും രോഹിത് ശർമ്മയും മികച്ചവരാണ്. അവർക്ക് വരുന്ന മത്സരത്തിലും ഇതുപോലെ തന്നെ ഒരു ഓപ്പണിംഗ് കോംബോ കൊടുക്കും. അതാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. സഞ്ജു പവർ പ്ലേയിൽ അടിച്ചു കളിക്കും. സന്നാഹ മത്സരത്തിൽ സഞ്ജുവിനെ അടിക്കാൻ സാധിച്ചില്ല. അത് സഞ്ജുവിൻ്റെ കുഴപ്പമല്ല. ശരിക്കുമുള്ള മത്സരത്തിൽ സഞ്ജു നല്ല കളി പുറത്തെടുക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് സഞ്ജുവിന് ഒരവസരം കൂടി കൊടുക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വിരാട് കോഹ്ലി ടീമിലേക്ക് തിരിച്ചെത്തി. അതുകൊണ്ട് കോഹ്ലിക്കും അവസരം കൊടുക്കണം. സഞ്ജുവിൻ്റെ പ്രതിഭയിൽ ആർക്കും തന്നെ സംശയമില്ല. അവൻ അടുത്ത മത്സരത്തിൽ തകർത്തടിക്കുമെന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾക്ക് അയർലൻഡ് ഒരു എതിരാളിയല്ല. അതുകൊണ്ട് അടുത്ത മത്സരത്തിൽ ചില പരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തുമെന്ന് ദ്രാവിഡ് വ്യക്തമാക്കി. സഞ്ജുവിന് വീണ്ടും അവസരം കിട്ടുമെന്നാണ് ദ്രാവിഡ് പറയുന്നത്. സഞ്ജുവിൻ്റെ കളി അവരെ നോക്കിയിട്ടില്ല. കാരണം അത് സന്നാഹ മത്സരമാണ്. ശരിക്കുമുള്ള മാച്ച് സന്നാഹ മത്സരം പോലെയല്ല. അത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് അടുത്ത മത്സരത്തിൽ രോഹിത് സഞ്ജു ഓപ്പണിംഗ് കൂട്ടുകെട്ട് വീണ്ടും വരും. അയർലൻഡിനെതിരെ സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നാളത്തെ മാച്ചിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.